ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചാണ്. സ്വർഗവും നരകവും എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ആരുടെ അടുത്ത് ചോദിച്ചാലും നരകത്തിൽ പോണോ സ്വർഗത്തിൽ പോണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നേ പറയൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കഥ പറയാം. ഭഗവാൻ ഒരു ദിവസം നരകം ദർശിക്കുവാനായി വന്നു. അപ്പോൾ നരകത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാം കൂടി ഭഗവാനെ കണ്ടപ്പോൾ പരാതിയുമായി വന്നു. ഭഗവാനെ കണ്ടില്ലേ, എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഈ നരകയാതന എന്നതിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവണം അല്ലേ? സ്വർഗത്തിൽ ഉള്ളവരെ നോക്കൂ, അവർ അവിടെ സന്തോഷമായും സുഖമായും കഴിയുന്നു. ഞങ്ങളോ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഭഗവാൻ എന്താ പക്ഷാഭേദം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യുമോ? കുറച്ച് നാളത്തേക്ക് ഞങ്ങളെ ആ സ്വർഗത്തിലേക്ക് ഒന്ന് മാറ്റുമോ? സ്വർഗത്തിൽ ഉള്ളവരെ നരകത്തിലേക്കും ഒന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു. ഭഗവാൻ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. സ്വർഗത്തിൽ ഉള്ളവർ നരകത്തിലേക്കും നരകത്തിൽ ഉള്ളവർ സ്വർഗത്തിലേക്കും മാറ്റി. എന്നിട്ട് ഭഗവാൻ പോയി. കുറേ കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ വീണ്ടും നരകം സന്ദർശിക്കുവാൻ എത്തി. ഭഗവാൻ അതിശയിച്ചുപോയി. കാരണം അവിടെ നിറയെ ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. പുഴകൾ മനോഹരമായി ഒഴുകുന്നു. വളരെ ശാന്തസുന്ദരമായ നരകം. അവിടെയുള്ള എല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നു. പണ്ട് കണ്ട നരകമൊന്നും അല്ല. അതിനെ നരകമൊന്ന് വിളിക്കാനേ പറ്റില്ല. സ്വർഗമെന്ന് തന്നെ വിളിക്കും. ഒരു സ്വർഗമായി തന്നെ അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അവിടുന്ന് നേരെ പോയത് നമ്മുടെ പഴയ സ്വർഗമുണ്ടല്ലോ, നരകത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ടുവന്നാക്കിയ സ്ഥലം, അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഭഗവാൻ ശരിക്കും തന്നെ ഞെട്ടിപ്പോയി. കാരണം ആ സ്വർഗത്തിലുണ്ടായിരുന്ന ഒന്നും തന്നെ അവിടെ കാണുവാനുണ്ടായിരുന്നില്ല. ഒരൊറ്റ മരമില്ല, ചെടികളില്ല, ഒരു പൂ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പുഴകൾ ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധം വമിച്ചുകൊണ്ടായിരുന്നു. ആകെ ഒരു വല്ലാത്ത അവസ്ഥ. അവിടെ ഉണ്ടായിരുന്നവർ ആകെ വഴക്കടിച്ചും ചീത്ത വിളിച്ചും ഒക്കെ നടക്കുന്നു. അതിനെ ഇപ്പം സ്വർഗമെന്ന് വിളിക്കാനേ പറ്റില്ല. നരകം എന്നുള്ള പേരാണ് ഇപ്പം ആ പഴയ സ്വർഗത്തിന് ചേരുക. അങ്ങനെയുള്ള കാഴ്ചകളാണ് ഭഗവാൻ അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഈ കഥയിലൂടെ ഭഗവാൻ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ സ്വർഗവും നരകവും എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, നമുക്ക് ചുറ്റും ഉള്ളവരും അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് സ്വർഗമായി തന്നെ മാറും. അതേ മറിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരും തെറ്റുകളാവുകയും ചെയ്യുക. അതൊരു നരകമായിട്ട് ആയിരിക്കും മാറുക. അതായത് സ്വർഗവും നരകവും നമ്മിൽ തന്നെയാണ് ഉണ്ടാവുക. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.